കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 2 വെള്ളിയാഴ്ച രാവിലെ 8-ന് തൃപ്രയാർ തേവരുടെ സന്നിധിയിൽ പൂജിച്ച തിരുവാഭരണങ്ങൾ, അഭിഷേക കാവടി, തെയ്യം, തിറ, ചിന്തുപാട്ട്, ശിങ്കാരിമേളം എന്നീ ദൃശ്യവാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി 10 മണിയോടെ കാനാടിക്കാവിൽ എത്തിച്ചേരുകയും തുടർന്ന് അഭിഷേകവും കാനാടിക്കാവിന്റെ തിരുമുറ്റത്ത് പ്രസ്തുത വാദ്യ കലാരൂപങ്ങളോടെ കാവടിയാട്ടവും അരങ്ങേറും. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. നാട്ടിക ചേർക്കരദേശം പൗര സമിതിയുടെ വാർഷിക പൊതുയോഗവും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും നടന്നു. നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി വാടനപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസർ സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് വേണുരാജ് അധ്യക്ഷനായിരുന്നു. ട്രഷറർ പ്രഭാതചന്ദ്രൻ, സമിതി സെക്രട്ടറി ഷാനിൽ CR, കോർഡിനേറ്റർ ENK ജ്ഞാനം എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 7ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് വാങ്ങിയ ധ്യാൻജിത്തിനെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. തിരഞ്ഞെടുത്തവർക്ക് ചികിത്സാ സഹായവും പഠന സഹായവും നൽകി. തുടർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പൊതുയോഗത്തിന് ശേഷം തൃശൂർ ആര്യ ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും പുതുവത്സര സമ്മാനം നൽകി. ലഹരി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ചും യുവതി യുവാക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടത്. പ്രത്യേകിച്ചും ലഹരി മൂലം പലതരത്തിലുള്ള ലഹരിയുണ്ട്. ഈ പലതരത്തിലുള്ള ലഹരിയിൽ നമ്മൾ അറിയാതെ ചെന്നപ്പെടുന്ന ഒരു ലഹരിയാണ് മദ്യവും മയക്കുമരുന്നും. നമുക്കൊരുപാട് ലഹരിയില്ലേ. കുട്ടമ്മമാർക്ക് പാചകം ചെയ്യാൻ ലഹരിയുണ്ട്, തുണി നനയ്ക്കാൻ ലഹരിയുണ്ട്, പാചകം പഠിക്കാൻ ലഹരിയുണ്ട്. ഇതൊക്കെ ഒരു ലഹരിയാണ്. ഈ ലഹരിക്കിടയിൽ അറിയാതെ ബന്ധപ്പെടുന്നതാണ്. 2 ദിവസത്തിന് മുമ്പേ നിങ്ങൾ പത്രമെടുത്ത് വായിച്ചു കാണും. ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തൻ്റെ സുഹൃത്തുമായിട്ട് പുറത്തുപോയി അവസാനം ആ പെൺകുട്ടിയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊന്ന വാർത്ത നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചു കാണും.